ഇതിലെ ഒരു കൗതുകം പറയാം. കഴിഞ്ഞ വർഷം നരേന്ദ്രമോദിജി അതിശക്തമായി അർബൻ നക്സലുകളാണ് ഈ കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറയുന്നത് എന്ന് അദ്ദേഹം നിലപാടെടുക്കുകയുണ്ടായി. ഒരു വർഷത്തിന് ശേഷം വളരെ സൈലന്റ് ആയി അദ്ദേഹം തന്നെ കാസ്റ്റ് സെൻസസ് എഗ്രി ചെയ്യുകയും മറ്റും ചെയ്തപ്പോ നമ്മുടെ പ്രതിപക്ഷത്തിന് അത് എത്ര ശക്തമായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് നരേന്ദ്രമോദിജി എനിക്ക് 4 കാസ്റ്റുകളെ ഉള്ളൂ, യുവാക്കൾ, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വളരെ ഇമോഷണലി ചാർജ് പ്രസംഗത്തിൽ നിന്നും അർബൻ നക്സൽസ് ആണ് പലപ്പോഴും ഇത് പറയുന്നതെന്നും നിങ്ങളുടെ മംഗലസൂത്രം അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദിജി ഇത്രയും വലിയൊരു എന്താ പറയണേ നിലപാട് മാറ്റമാണ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് എത്രമാത്രം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒറ്റയാൾ പോരാട്ടങ്ങൾക്കപ്പുറം കൊഹറന്റ് ആയിട്ട് ഇന്ത്യ സഖ്യം എത്രമാത്രം ഇത് ചെയ്യുന്നു എന്നുള്ള പ്രസക്തമാണ്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഒരു മൊമെന്റും കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധിക്ക് എന്തോ ശിവനോട് ഒരു കണക്ട് ഉണ്ടെന്ന് തോന്നാറുണ്ട്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി സിന്ദാഹെ എന്ന് പരമശിവന്റെ ചിത്രമൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം മഹാദേവർക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് ഒരു മൊമെന്റം ഉണ്ട്. രാഹുൽ ഗാന്ധി ഇളക്കി മറിക്കുന്നുണ്ട്. പക്ഷെ ഓർക്കേണ്ട കാര്യം അവിടെ RJD ആണ് പ്രധാന സഖ്യം, അവിടെ RJD ആണ് മുതിർന്ന പാർട്ടി. എനിക്കൊന്ന് കഴിഞ്ഞ തവണ പോലും 9 സീറ്റ് എന്തോ കോൺഗ്രസിന് കുറയുകയാണ് ചെയ്തത്. അപ്പോ രാഹുൽ ഗാന്ധി അല്ല അവിടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് നിൽക്കുന്നത്, അവിടെ RJD ആണ് അതിന്റെ പ്രധാന കക്ഷി. അപ്പൊ രാഹുൽ ഗാന്ധി ഇളക്കി മറിച്ചത് കൊണ്ട് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാവുമോ എന്നറിയില്ല. ബീഹാർ രാഷ്ട്രീയത്തിൽ ചേഞ്ച് ഉണ്ടാകും. പക്ഷേ 70 സീറ്റാണ് കോൺഗ്രസ് മത്സരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 ഇടത്താണ് ജയം. 9% അവർക്കുള്ളത്. RJDക്ക് 22%. രാഹുൽ വേഗം പൂർത്തിയാക്കിക്കോളൂ. അതിന് മുമ്പത്തെ ഇലക്ഷനിൽ നിന്ന് 9 സീറ്റ് എന്തോ കുറയുകയാണ് ചെയ്തത്. അത് BJP മാത്രമാണ് ഗെയിൻ ഉണ്ടാക്കിയത്, ബാക്കി ആൾക്കാർ കുറയുകയാണ്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം അപ്പോഴും ഒരു വ്യത്യാസമുണ്ട്. രാഹുൽ എല്ലാം പറഞ്ഞു പോകണമല്ലോ, പക്ഷെ അപ്പോഴും ഒരു വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJDയേക്കാൾ മികച്ച പ്രകടനം കോൺഗ്രസിന് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. കോൺഗ്രസ് അത് നമ്മുടെ നൈറ്റിലെ പോലെയാണല്ലോ. അത് നിയമസഭയും ലോകസഭയും മറ്റേ സെൻട്രലിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനാണല്ലോ നേഷൻ വൈഡ് ആയിട്ടുള്ള പ്രസൻസ് ഉള്ളത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞുകൂടാ. UP അങ്ങനെയല്ല കണ്ടത്. അഖിലേഷിന്റെ തന്നെ അപ്രമാദിത്വമാണ് അവിടെ. ഒന്നേ അങ്ങനെയൊക്കെ വരാം. ശ്രീ അനിൽ ബോസ്, ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി 12 ഇടങ്ങളിൽ 9 ഇടത്തും ഇന്ത്യ സഖ്യം ജയിക്കുമ്പോൾ UPയിൽ വാരണാസി, അതുപോലെ തന്നെ ഗുജറാത്തും ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്, അമിത്ഷായുടെ കള്ളവും പൊളിക്കുമെന്ന്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ UPയിലെ ആ വിജയം എന്ന് പറയുന്നത് ഈ വോട്ടധികാർ യാത്രയ്ക്കൊക്കെ മുമ്പ് നടക്കുന്നതാണല്ലോ, അല്ലേ? 2024 ആ ഘട്ടത്തിൽ അവിടെ ഏറ്റവും ശക്തമായി അഖിലേഷ് യാദവ് പ്രയോഗിച്ച ഒന്നുണ്ട്, അങ്ങേക്കും അറിയുന്നത് പോലെ PDA, അല്ലേ? അതായിരുന്നു അവിടെ ഈ പറയുന്ന വലിയ മാറ്റമുണ്ടാക്കിയത്. അതെന്തുകൊണ്ടാണ്? ഈ യാദവ പ്രാമാണ്യം അവിടെ ശക്തമാണ്. അതുകൊണ്ട് മറ്റ് വിഭാഗങ്ങൾ അകന്നു പോകുന്നു. ഇതാണ് അഖിലേഷിന്റെ ബോധ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ അഖിലേഷ് തന്നെ പറയുകയായിരുന്നു, നിങ്ങൾക്ക് ഇത്തവണ സീറ്റ് കുറവായിരിക്കും, നിങ്ങൾക്ക് തരുന്ന ടിക്കറ്റ് കുറവായിരിക്കും, മറ്റുള്ളവർക്ക് ആനുപാതികമായി അത് വിതരണം ചെയ്യും. ആ PDA എന്ന് പറയുന്നത് വളരെ വിജയകരമായിരുന്നു, ഒരു സംശയവും വേണ്ട. അങ്ങ് ഈ പറയുന്നത് പോലെ BJPയെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാതിരുന്ന നിർണായക ഘടകം UP തന്നെയായിരുന്നു. അവിടെ കഥ മറ്റൊരു രീതിയിലാണ് പോകുന്നത് എങ്കിൽ അവർക്ക് കേവല ഭൂരിപക്ഷം എന്നത് ആവർത്തിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ശക്തമായ സാമുദായിക സമവാക്യങ്ങളെ എങ്ങനെ ബുദ്ധിപരമായി വിനിയോഗിക്കാം എന്ന ട്രംപ് കാർഡാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് പ്രയോഗിച്ചതും വിജയിച്ചതും. അതിവിടെ കാണുന്നില്ല എന്നതാണ് ചോദ്യം. നമ്മൾ എന്തൊക്കെ വിശാലമായ വികസനം പറയുകയാണ് എങ്കിലും, അല്ലെങ്കിൽ പല നിർണായക രാഷ്ട്രീയ സന്ദർഭങ്ങളിലും ബീഹാർ ഒരു പ്രധാനപ്പെട്ട നാന്ദിയായിരുന്നു എന്ന് പറയുമ്പോഴും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, കാസ്റ്റ് പൊളിറ്റിക്സ് ആണ് ബീഹാറിനെ നിർണ്ണയിക്കുന്നത് എന്ന്. അവിടെ അഖിലേഷ് മുന്നോട്ട് വെക്കുന്നത് പോലെ PDA പോലെ ഒരു ട്രംപ് കാർഡ് നിങ്ങൾക്ക് എന്തുണ്ട്? അല്ല, അങ്ങനെയല്ല നമ്മളിതിനെ കാണേണ്ടത്. നമ്മൾ കേവലം ഒരു സ്റ്റേറ്റിലെ ഒരു ഇഷ്യൂ എടുത്ത് ഇപ്പം നമ്മൾ നോക്കി കാണണ്ട. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പൊതുവായി സ്വീകരിച്ച സമീപനം എന്താ? നമ്മൾ പലതായി നിന്ന പാർട്ടികളാണ് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബാല്യാവസ്ഥയായിരുന്നു. ആ ബാല്യാവസ്ഥയിൽ നമുക്ക് ചില സ്ഥലത്ത് ഒരേ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ 2ആയിട്ട് മത്സരിക്കേണ്ടി വന്നു, ഇല്ലേ? പഞ്ചാബ് നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ഡയറക്റ്റ് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചു നിൽക്കുന്ന കക്ഷികൾ തന്നെ യോജിച്ചു പോകാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി തന്നെയാണ് നമ്മൾ പോരാട്ടം നടത്തിയത്. രാജ്യവ്യാപകമായി അന്ന് ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര പോലെ തന്നെ അന്നും രാജ്യവ്യാപകമായി BJP ഗവൺമെന്റിനെതിരായി NDA ഗവൺമെന്റിനെതിരായി ഒരു പൊതുജന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് വ്യത്യസ്തമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്.
ആ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും, ആ ഇന്ത്യ സഖ്യം ഇന്ന് അതിൻ്റെ ഒരു യൗവനാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ബീഹാർ വോട്ട് അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കാണുന്നത് ഞങ്ങളൊരു വ്യത്യസ്ത പാർട്ടിയാണെന്ന ഭാവം പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ